ഹലോ, വെൽക്കം ടു വാമീസ് മം യൂട്യൂബ് ചാനൽ. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഹോട്ടൽ ടാസ്ക് അവസാനിച്ചിരിക്കുന്നു. സമാധാനം. കാരണം കണ്ട് ബോറടിച്ചു. കാരണം അത്രയും അബദ്ധം എല്ലാവരും. അവന് കൊടുത്ത ടാസ്ക് ആരും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. അവരെല്ലാം കൊടുത്ത ടാസ്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതെന്തായാലും നല്ല അടിപൊളി ടാസ്ക് ആകുമായിരുന്നു. പക്ഷെ പല സമയത്തും പലരോടും അവരെ ടാസ്ക് എന്താ, അവരെന്തിനാ വന്നത്, എന്തെന്നാന്നല്ല അവരോട് കറക്റ്റായിട്ട് മറന്നുപോയിട്ടുണ്ട്. സത്യമാണ്. പിന്നെ ഇന്നെന്താണെങ്കിലും ഇന്ന് 5 മണിക്കെല്ലാം എണീപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ്. 5 മണിക്കായിരുന്നു സോങ് ഇട്ടിട്ടുള്ളത്. അപ്പം തന്നെ റിയാസ് ഷാനവാസിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ ഷാനവാസ് കുറച്ചൊരു ഹീറോയിസം കാണിച്ചത് അവൻ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അവനെതിരെ ഒന്ന് ഇതാക്കാന്ന് വെച്ചാൽ വലിയ ഷോ ആക്കാന്ന് ചോദിച്ചാൽ, പക്ഷെ ഷാനവാസ് തിരിച്ച് ഇത്രയ്ക്കൊരു ഷോ ഇറക്കും എന്നുള്ള കാര്യം എന്തായാലും അവൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എണീറ്റുപാട് പറഞ്ഞു എൻ്റെ ബെഡ്ഷീറ്റെല്ലാം മാറ്റി വെക്കാൻ പറയാം. ഞങ്ങൾക്ക് ഇതിലെ ജോലിയിൽ ടാസ്കിൽ കയറുന്നതിൻ്റെ മുന്നേ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ആ കാര്യം ചെയ്തില്ല. ഭയങ്കര ഷോ എന്ന് വെച്ചാൽ ഭയങ്കര ഷോ ആയിരുന്നു. ടിഷ്യൂ എല്ലാം ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് അകന്നറച്ച് വലിച്ചെറിയുക. അപ്പം അവരെ ക്ലീൻ ചെയ്യണമല്ലോ. അത്രയൊന്നും ഒരു ആൾ വന്നിട്ട് എന്തായാലും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിന് കറക്റ്റ് മറുപടി എന്തായാലും ഷാനവാസ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ ഇവരെ എല്ലാവരും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇത്രയും ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കരുത് എന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് നമ്മൾ പ്രതികരിക്കണം. മറ്റേ അഖിൽമാരാറ് അതിൻ്റെ അകത്തുള്ള ഇവൻ വന്ന സമയത്ത് കണ്ടിട്ടില്ല. അതുപോലെ കറക്റ്റായിട്ട് പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പ്രതികരിക്കണം. അത് കറക്റ്റായിട്ട് എന്തായാലും ഷാനവാസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഷാനവാസ് ഇവൻ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ പഞ്ചപുച്ച അടക്കിയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കും കാണാൻ എന്തായാലും ഒരു സുഖം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്തായാലും ഷാനവാസിന്റെ കാര്യം ബിഗ് ബോസ് ഹൗസിലുള്ള ആരും അവനെതിരെ നിന്നിട്ടില്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടില്ലെങ്കിലും എനിക്ക് എന്തായാലും പേഴ്സണലി നല്ലോണം എനിക്ക് കാര്യം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ പലരും മറന്നു പോവുക അവരെന്താ ചെയ്യുന്നത്, അവരെന്താണ് ഇതാക്കുന്നത്, അവനെ ഫേവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നുമില്ല. കാരണം അവൻ ഹോട്ടലിൽ വന്നൊരു ഗസ്റ്റാണ്. അവനെ കൊടുത്ത ടാസ്ക് തന്നെ എന്താണെന്ന് അവന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. 2 ടാസ്ക് അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ടാസ്ക് എല്ലാവരെ കൊണ്ട് ഒരുമിച്ച് പാട്ട് പാടിക്കാനല്ല പറഞ്ഞത്. അതവന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ആൾക്കാരെ പല സമയത്ത് ഈ പാട്ട് പാടിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതവൻ അറിഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ ഷാനവാസ് അത്രയും ഷോ ഇറക്കിയ സമയത്ത് അവൻ എന്തായാലും അവനിട്ട് പണി ലക്ഷ്മിക്കെതിരെയായിരുന്നു വന്നിട്ടുള്ളത്. പക്ഷെ ലക്ഷ്മി കറക്റ്റ് മറുപടി കൊടുത്തപ്പോൾ ലക്ഷ്മിനെ ടാർഗറ്റ് ചെയ്ത് വന്നാന്നുള്ളൊരു ഇത് കാണാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്തായാലും ആദ്യം നല്ലതായിട്ട് നിന്നിട്ട് ഇപ്പൊ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഓൾ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷാനവാസിന്റെ അടുത്തുണ്ടായിരുന്നത്. പക്ഷെ ഷാനവാസ് ഇത്രയും കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന അവൻ എന്തായാലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും